മെക്സിക്കോയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു രൂപമുണ്ട്. അത് മറ്റാരുടെയുമല്ല, ആ ലേഡി ഓഫ് ഗ്വാഡലൂപ്പയുടേതാണ്. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ വടക്കേ മെക്സിക്കോയിലുള്ള തെപ്പയാക് കുന്നിൽ ഒരു അത്ഭുത കാഴ്ച കാണാൻ ഒരുമിച്ചുകൂടി. അമേരിക്കൻ ഐക്യനാടുകൾ കാണപ്പെട്ടിരുന്ന അഗാവെ ചെടിയുടെ നാരിൽ നിന്നുണ്ടാക്കിയ വസ്ത്രത്തിൽ വെളിപ്പെട്ട പരിശുദ്ധ ഗ്വാഡലൂപ്പെ മാതാവിന്റെ രൂപമായിരുന്നു അത്. ഹലോ അമിഗോസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മെക്സിക്കൻ മലയാളി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ആശ. ഞാനൊരു കൊച്ചിക്കാരിയാണ്. എന്നാൽ ഇപ്പോൾ ഉള്ളത് മെക്സിക്കോയുടെ ക്യാപിറ്റലായ മെക്സിക്കോ സിറ്റിയിലാണ്. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് മെക്സിക്കോയിലെ വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ബസിലിക്ക ഓഫ് ആർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പിലേക്കാണ്. അപ്പോൾ സമയം ലേറ്റ് ആക്കാതെ നമുക്ക് പോയാലോ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബസിലിക്കയുടെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിലാണ്. മെക്സിക്കോയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്ന ഹ്വാൻ ദേ സുമാരാഗയുടെ പേരിലാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. സ്ട്രീറ്റിന് ഇരുവശവും കുറേ സ്ട്രീറ്റ് ഷോപ്സുകൾ കാണാൻ സാധിക്കും. റെസ്റ്റോറൻറ്റ്സ്, ഫാർമസി എന്നിവ കൂടാതെ മറ്റു റിലീജിയസ് ആർട്ടിക്കിൾസും ടൂറിസ്റ്റുകൾക്കായി തുറന്നിട്ടുണ്ട്. സ്ട്രീറ്റിന്റെ വലതുവശത്തായി ഒരു മെക്സിക്കൻ ഫാമിലി മരിയൻ ഗാനങ്ങൾ ആലപിക്കുന്നത് കാണാമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെപ്പയാക് ഹില്ലിലാണ്. ടെപ്പയാക് ഹില്ലിലാണ് നമ്മുടെ ബസിലിക്ക ഓഫ് ആർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ ഉള്ളത്. ഞാൻ മെക്സിക്കോയിൽ വന്നിട്ട് ആദ്യമായി വിസിറ്റ് ചെയ്ത സ്ഥലമാണ് ബസിലിക്ക ഓഫ് ആർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ. ഇതിനു മുമ്പ് ഞാൻ ഈ ബസിലിക്കയെ പറ്റി കേട്ടിട്ട് പോലുമില്ലായിരുന്നു. ഒരു തീർച്ചയായും കണ്ടിരിക്കേണ്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്തപ്പോൾ വന്നതാണ്. എന്നാൽ ഇവിടെ വന്ന് ഈ ബസിലിക്ക കാണുകയും ഇതിന്റെ ചരിത്രം അറിയുകയും ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയ്ക്ക് വലിയൊരു അത്ഭുതമാണ് ഇവിടം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഏകദേശം 500 വർഷമായി ഇവിടെ ആ മിറക്കിൾ നടന്നിട്ട്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്നുണ്ടായിരുന്ന ആ മിറക്കിൾ നടന്ന ആ തെപ്പയാക് കുന്നിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? ഗ്വാഡലൂപ്പെ കന്യക എന്നറിയപ്പെടുന്ന ആ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ മെക്സിക്കോയെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥാനം വഹിക്കുന്നു. മെക്സിക്കോയുടെ രാജ്ഞിയും അമേരിക്കൻ ഐക്യനാടുകളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും രക്ഷകയായിട്ടാണ് ആ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ അറിയപ്പെടുന്നത്. മെക്സിക്കോയിൽ ഏകദേശം 80% ജനങ്ങളും കത്തോലിക്ക വിശ്വാസികളാണ്. ഏതാണ്ട് 20 ലക്ഷം തീർത്ഥാടകരാണ് പ്രതിവർഷം ഈ ബസിലിക്ക സന്ദർശിക്കുന്നത്. മരിയൻ പ്രത്യക്ഷീകരണ സ്ഥലങ്ങളായ ഫ്രാൻസിലെ ലൂർദും പോർച്ചുഗലിലെ ഫാത്തിമയേക്കാൾ ലോകത്തിലെ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന മറിയ സങ്കേതമാണ് മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ദ ബസിലിക്ക ഓഫ് ആർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ. തെപ്പയാക് കുന്നുകൾ സംരക്ഷിക്കുന്ന ഈ ബസിലിക്കയുടെ ചരിത്രത്തിലേക്ക് നമുക്ക് പതിയെ നടക്കാം.
16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 1531 ആണ്ടിൽ ഡിസംബർ 9 തീയതിയാണ് ഗ്വാഡലൂപ്പെ മാതാവ് ആദ്യമായി ഒരു കർഷകനും ആസ്ടെക് ഇന്ത്യനുമായ ഹ്വാൻ ദിയാഗോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഡിസംബർ 9 തീയതി അതിരാവിലെ തെപ്യാക് കുന്നിൻ ചരിവിലൂടെ കുർബാന കാണാൻ പോവുകയായിരുന്ന ഹ്വാൻ ദിയാഗോയ്ക്ക് മുൻപിൽ ഒരു തിളങ്ങുന്ന രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് കറുത്ത തലമുടിയും തവിട്ട് നിറവുമായിരുന്നു. ഇതിനാൽ അവളെ ചില സമയങ്ങളിൽ തവിട്ട് നിറമുള്ള കന്യക എന്നർത്ഥം വരുന്ന ബ്രൗൺ സ്കിൻ വേർജിൻ എന്ന് വിളിക്കാറുണ്ട്. പാരമ്പര്യ അസ്ടെക് ഭാഷയായ നൗവാറ്റിലായിരുന്നു മാതാവിന്റെ സംഭാഷണം. മാതാവ് അവളെ കർത്താവിന്റെയും സകല ജനതകളുടെയും അമ്മയാണ് താനെന്ന് ഹ്വാൻ ദിയാഗോയ്ക്ക് വെളിപ്പെടുത്തി. ഹ്വാൻ ദിയാഗോ അവളോട് പേര് ആരാഞ്ഞപ്പോൾ സർപ്പത്തിന്റെ തല തകർത്തവൾ എന്നർത്ഥം വരുന്ന ടെക്വാറ്റൽ കൂ എന്ന് മറുപടി നൽകി. ഈ വാക്കാണ് പിൽക്കാലത്ത് ഗ്വാഡലൂപ്പെ എന്ന് അറിയപ്പെട്ടത്. മാതാവ് ഹ്വാൻ ദിയാഗോയോട് അവരുടെ ബിഷപ്പിന്റെ അടുക്കൽ പോയി തനിക്കായി തെപ്പയാക് കുന്നിൽ ഒരു ആരാധനാലയം പണിയുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബിഷപ്പ് സുമാരക അവനോട് ഒരു അടയാളം ആവശ്യപ്പെടുകയായിരുന്നു. വീണ്ടും തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് ഹ്വാൻ ദിയാഗോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാതാവ് അവനോട് അടയാളമായി തെപ്പയാക് കുന്നിന് മുകളിൽ പോയി കുറച്ച് പൂക്കൾ പറിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. കുന്നിൻ മുകളിലത്തെ ഹ്വാൻ ദിയാഗോ കണ്ടത് മുൾച്ചെടികൾ മാത്രം വളരുന്ന ആ വരണ്ട പ്രദേശത്ത് പൂത്തു നിൽക്കുന്ന റോസാപ്പൂക്കളാണ്. ഹ്വാൻ ദിയാഗോ ആ റോസാപ്പൂക്കൾ പറിച്ചെടുത്ത് തന്റെ വസ്ത്രത്തിന്റെ അകത്ത് സൂക്ഷിച്ച് ബിഷപ്പിന്റെ അടുക്കിലേക്ക് പോയി. തെപ്പയാക് ഹില്ലിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന മെക്സിക്കോയിലെ ഗുസ്താവോ ആ മദേറോ പ്രദേശം മുഴുവനായി കാണാം. മാതാവിന്റെ നീല നിറമുള്ള ശിരോവസ്ത്രത്തെ സൂചിപ്പിക്കുന്ന ബ്ലൂ പെയിന്റ് ആണ് ന്യൂ ബസിലിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. റിഫ്രഷ്മെന്റ്സിനും മറ്റുമായി ഇവിടെ കടകളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തെപ്പയാക് കുന്നിന്റെ ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സെപ്പിജ ദെൽ സെറീറ്റോ കാണാം. തെപ്പയാക് കുന്നിൻ മുകളിൽ ഹ്വാൻ ദിയാഗോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ പുഷ്പങ്ങളുടെ സ്മരണയ്ക്കായി പണിതുയർത്തിയ കപ്പേളയാണ് ചാപ്പൽ ഓഫ് ദ ഹിൽ അഥവാ സെപ്പിജ ദെൽ സെറീറ്റോ. ആദ്യത്തെ കപ്പേള 1666 ആണ് പണിതത്. പിന്നീട് അത് 1740 പുതുക്കി പണിയുകയായിരുന്നു. പുതുക്കിയ കപ്പേള മിഖായൽ മാലാഖയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. ഈ കപ്പേളയ്ക്കകത്ത് ചുമർ ചിത്രകാരൻ ഫെർണാൻഡോ ലീൽ പകർത്തിയ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ പെയിന്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. കപ്പേളയ്ക്കകത്തെ ഓരോ ചിത്രങ്ങളും മെക്സിക്കൻ ആസ്ടെക് സംസ്കാരത്തെയും വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നതാണ്. തെപ്പയാക് ഹില്ലിന്റെ മറുവശത്തൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെല്ലുന്നത് അതിമനോഹരമായ തെപ്പയാക് ഗാർഡനിലേക്കാണ്.
ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ടെപ്പയാക് ഹില്ലിലെ ഗാർഡൻ. ഇവിടെ പലയിടങ്ങളിലായി വിവിധതരം ഫോട്ടോകൾ എടുത്തു കൊടുക്കുന്ന വഴിയോര കച്ചവടക്കാരെ കാണാം. ഓരോ വർഷവും 20 ലക്ഷം തീർത്ഥാടകരാണ് ഈ ബസിലിക്ക സന്ദർശിക്കാൻ എത്തുന്നത്. വൈവിധ്യമാർന്ന പൂക്കളോടും ചെടികളോടും കൂടിയ ഈ പൂന്തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഇവിടെ ഗ്വാഡലൂപ്പെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തോടു കൂടെ ഉണ്ടായ ആസ്ടെക് പരിവർത്തനത്തിന്റെ ശില്പങ്ങൾ കാണാം. ഈ കാലഘട്ടത്തിൽ മെക്സിക്കോയുടെ ആത്മീയ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആ ലേഡി ഓഫ് ഗ്വാഡലൂപ്പയുടെ പ്രത്യക്ഷീകരണവും അതിനെ തുടർന്ന് മെക്സിക്കൻ ജനതയിലുണ്ടായ അടിയുറച്ച വിശ്വാസവുമാണ്. മറിയൻ പ്രത്യക്ഷീകരണത്തിന്റെ 10 വർഷത്തിനുള്ളിൽ ഏകദേശം 10 ലക്ഷം ആസ്ടെക് വംശജർ കത്തോലിക്ക വിശ്വാസികളായി തീർന്നു. മാതാവിന്റെ നിർദ്ദേശമനുസരിച്ച് കുന്നിൻ മുകളിൽ നിന്ന് പൂക്കൾ പറിച്ച് ആ പൂക്കൾ തന്റെ വസ്ത്രത്തിനുള്ളിൽ വെച്ച് ബിഷപ്പ് സുമാറാഗയെ കാണാൻ പോയ ഹുവാൻ ദിയാഗോ ബിഷപ്പ് സുമാറാഗയുടെ മുൻപിൽ വെച്ച് തന്റെ മേലങ്കി തുറന്നപ്പോൾ ആ വസ്ത്രത്തിനുള്ളിൽ കണ്ടത് പൂക്കളോട് കൂടിയ ഗ്വാഡലൂപ്പ് മാതാവിന്റെ അതിമനോഹരമായ ഒരു ചിത്രമാണ്. ഈ ചിത്രം ടിൽമ എന്നറിയപ്പെടുന്നു. മാതാവ് ആകെ 4 തവണയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. 3 തവണ ഹുവാൻ ദിയാഗോയ്ക്കും 1 തവണ ഹുവാൻ ദിയാഗോയുടെ രോഗാവസ്ഥയിലുള്ള അമ്മാവൻ ഹുവാൻ ബെർണാദീനോയ്ക്കുമാണ്. ഹുവാൻ ബെർണാദീനോയെ മാതാവ് സുഖപ്പെടുത്തുകയും തന്നെ ഗ്വാഡലൂപ്പയുടെ വിശുദ്ധ മറിയം എന്നർത്ഥം വരുന്ന സാന്താ മറിയ ദെ ഗ്വാഡലൂപ്പെ എന്ന് വിശേഷണം ചെയ്യണമെന്നറിയിക്കുകയും ചെയ്തു.
പെപ്പ്യ കുന്നിന്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ചാപ്പൽ ഓഫ് പൊസിറ്റോ അഥവാ ചാപ്പൽ ഓഫ് ലിറ്റിൽ വെൽ. ആദ്യം ഇവിടെ ഒരു ചെറിയ കിണറാണ് ഉണ്ടായത്. പിന്നീട് ഈ കിണറ്റിലെ വെള്ളത്തിന് രോഗശാന്തി ഉണ്ടെന്ന് വിശ്വസിച്ച ജനങ്ങൾ ഈ വെള്ളത്തിനായി തടിച്ചുകൂടുകയും ഈ വെള്ളം കുടിക്കുവാനും മുറിവുകൾ കഴുകുവാനും തുടങ്ങിയപ്പോൾ അണുബാധ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അധികാരികൾ കിണർ അടക്കുകയും അതിനു മുകളിൽ ഒരു പള്ളി പണിയുകയുമായിരുന്നു. പതിനേഴാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ബറോക്ക് ശൈലിയിലുള്ള ആർക്കിടെക്ചറാണ് ചാപ്പൽ ഓഫ് പൊസിറ്റോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചാപ്പലിന്റെ താഴികക്കുടത്തിനകത്തുള്ള മാലാഖമാരുടെ ഛായാചിത്രങ്ങൾ കൊന്തയിലെ ലുത്തിനിയയുടെ പ്രസക്ത ഭാഗങ്ങളാണ്. ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് ചാപ്പൽ ഓഫ് പൊസിറ്റോയ്ക്ക് പിറകിലായി സ്ഥിതി ചെയ്യുന്ന പ്രൈവറ്റ് സ്ട്രീറ്റ് ഷോപ്സിലേക്കാണ്. എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ കടകളൊന്നും ബസിലിക്കയുടെ ഭാഗമല്ല. ഇവിടെ റെസ്റ്റോറൻറ്റ്സും സ്നാക്ക് ഷോപ്സും ഉൾപ്പെടെ വിവിധതരം കൊന്തകൾ, മെക്സിക്കോയുടെയും ഗ്വാഡലൂപ്പെ മാതാവിൻ്റെയും വിവിധതരം സുവനീറുകളും ലഭ്യമാണ്. ഒരു കടയുടമയായ സ്പാനിഷ് ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കൊന്ത ചെല്ലുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഈ കാലത്ത് അധികം കാണാത്ത ഒരു കാഴ്ചയാണത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സെപ്പിജ ദെ ഇൻഡിയോസ് ഓർ ഇന്ത്യൻ ചാപ്പൽ എന്നറിയപ്പെടുന്ന പള്ളിയിലേക്കാണ്.
എൻ്റെ പുറകിൽ കാണുന്ന ചാപ്പലാണ് ചാപ്പൽ ഓഫ് ഇൻഡിയോസ്. ഇത് സെയിൻറ്റ് ഹുവാൻ ദിയാഗോയുടെ ചാപ്പലായിട്ടാണ് അറിയപ്പെടുന്നത്. ആയിരത്തി 531 മാതാവിന്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് പണി കഴിപ്പിച്ച ചാപ്പലാണ് ചാപ്പൽ ഓഫ് ഇൻഡിയോസ്. എന്നാൽ തീർത്ഥാടകരുടെ തിരക്കിനെ തുടർന്ന് 1695 ഇത് കുറച്ചുകൂടി വലുതാക്കി പണിതു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ആർക്കിടെക്ട് പെഡ്രോ റാമിറസ് ആധുനിക ശൈലിയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. ഗ്വാഡലൂപ്പെ മാതാവിന്റെ ചരിത്രം ക്രിസ്ത്യൻ മതപരമായ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല. മെക്സിക്കൻ ദേശീയതയിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അവർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മെക്സിക്കൻ സ്വാതന്ത്ര്യ സേനാനിയും വിപ്ലവ നേതാവുമായ കത്തോലിക്ക പുരോഹിതൻ മിഗൽ ഹിഡാൽഗോ സ്പാനിഷുകാർക്കെതിരായ അവരുടെ വിപ്ലവത്തിന്റെ രക്ഷാധികാരിയായി അവർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പയെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ സമരത്തിനായുള്ള ആഹ്വാനം ഫാദർ മിഗൽ ഹിഡാൽഗോ നടത്തിയത് ഈ ചാപ്പലിൽ വെച്ചാണെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്വാഡലൂപ്പെ മാതാവിന്റെ ഒറിജിനൽ തിൽമ 1695 മുതൽ 1709 വരെ ഈ ചാപ്പലിലാണ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അത് ഓൾഡ് ബസിലിക്കയിലേക്ക് മാറ്റുകയായിരുന്നു. മാതാവിന്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് 1548 തന്റെ മരണം വരെയും ഹുവാൻ ദിയാഗോ ഈ ചാപ്പലിലാണ് താമസിച്ചിരുന്നതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് ഹുവാൻ ദിയാഗോ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും അതേപടി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ശേഷം 1990 മെയ് 6 ജോൺ പോൾ II മാർപ്പാപ്പ ഹുവാൻ ദിയാഗോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചാപ്പൽ ഓഫ് ഇൻഡിയോസിൽ നിന്ന് നമ്മൾ നടന്നാൽ എത്തുന്നത് പ്ലാസ മറിയാനയിലേക്കാണ്. പ്ലാസ മറിയാനയിലേക്ക് പോകുന്ന വഴിയിൽ ഹുവാൻ ദിയാഗോ തനിക്ക് ലഭിച്ച അടയാളമായ ഗ്വാഡലൂപ്പെ മാതാവിന്റെ തിൽമ ബിഷപ്പ് സുമാരാഗോയ്ക്ക് വെളിപ്പെടുത്തുന്നതിന്റെ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുന്ന് നടന്നു ചെല്ലുമ്പോൾ പ്ലാസ മറിയാനയിലുള്ള ക്ലോക്ക് ടവർ കാണാം. ഒരു കുരിശിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ ക്ലോക്ക് ടവർ 1991 പണി കഴിപ്പിച്ചത്. ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗത്തായി വിതക്കാലവും കൊയ്ത്തുകാലവും സൂചിപ്പിക്കുന്ന ആസ്റ്റക് കലണ്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ലോക്ക് ടവറിന്റെ മുൻവശത്ത്
സമയം അളക്കാനുള്ള വിവിധ തരം ക്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു റോമൻ ക്ലോക്ക് ഉൾപ്പെടെ നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന ആസ്ട്രോ ലാബും ഇതിലുണ്ട്. കൂടാതെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്റ്റോറി റോബോട്ടിക് സഹായത്തോടെ ഈ ബെൽ ടവറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്ലാസ മറിയാനയുടെ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ പുതിയ ബസിലിക്കയും അതിനടുത്തായി പഴയ ബസിലിക്കയും കപ്പൂച്ചിൻ ആശ്രമവും നമുക്ക് കാണാം. ഓൾഡ് ബസിലിക്കയുടെ കിഴക്കേ ഭാഗത്തായി കാണുന്നതാണ് കപ്പൂച്ചിൻ കോൺവെന്റ്. കപ്പൂച്ചിൻ കോൺവെന്റിന്റെ പണി പൂർത്തിയായതോടെ ഓൾഡ് ബസിലിക്കയുടെ ബേസ്മെന്റ് ഇടിയുകയും അതോടെ ഓൾഡ് ബസിലിക്കയ്ക്ക് ചെരിവ് വീഴാനും തുടങ്ങി. കപ്പൂച്ചിൻ കോൺവെന്റിനകത്തുള്ള ചാപ്പലാണിത്. ന്യൂ ബസിലിക്കയുടെ ഇടതുഭാഗത്തായിട്ടാണ് ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ് ദി കിങ് അഥവാ ഓൾഡ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. 1709 പണി കഴിപ്പിച്ച ഓൾഡ് ബസിലിക്കയുടെ 4 കോണുകളിലായി ഒക്ടഗണൽ ടവറും മുകൾ ഭാഗത്തായി ഒരു ഒക്ടഗണൽ ഡോമും ഉണ്ട്. ബേസ്മെന്റിന്റെ ഇടിവ് മൂലം പലതവണ നവീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓൾഡ് ബസിലിക്ക. ആദ്യകാലത്ത് ബറോക്ക് ശൈലിയിൽ പണിത ഉൾഭാഗം പിന്നീട് പുനർനിർമ്മിച്ചപ്പോൾ നിയോ ക്ലാസിക്കൽ ശൈലിയിലേക്ക് മാറ്റുകയായിരുന്നു. 1921 ക്രിസ്റ്റേറോ യുദ്ധകാലത്ത് ഈ അൾത്താരയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് കുറച്ചുകാലം ടിൽമയുടെ ഒറിജിനൽ കോപ്പി മാറ്റി പകർപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്വാഡലൂപ്പൻ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന മഹത്തായ 5 ഛായാചിത്രങ്ങളാണ് ഓൾഡ് ബസിലിക്കയിലുള്ളത്. ന്യൂ ബസിലിക്ക തെപ്പയ കുന്നിന്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ബസിലിക്കയുടെ മുൻവശത്തായി ഒരു വലിയ കുരിശും ഗ്വാഡലൂപ്പെ മാതാവ് ഹ്വാൻ ദിയാഗോയോട് പറഞ്ഞ "ഞാൻ ഇവിടെ തന്നെയില്ലേ, ഞാനല്ലേ നിന്റെ അമ്മ" എന്ന വാക്കുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓൾഡ് ബസിലിക്കയ്ക്ക് ഉറപ്പില്ലാതായതോടെ മറിയൻ തിൽമ സ്ഥാപിക്കുവാനായിട്ടാണ് 1976 പുതിയ ബസിലിക്ക പണിതത്. ദൈവം മോശയ്ക്ക് നൽകിയ വാഗ്ദാന പേടകത്തിന്റെ ആകൃതിയായ വൃത്താകൃതിയിലാണ് ദേവാലയം പണിതിട്ടുള്ളത്. ബസിലിക്കകത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടെ സ്പാനിഷ് കുർബാന നടക്കുകയായിരുന്നു. അൾത്താരയിലേക്ക് നോക്കുമ്പോൾ മെക്സിക്കൻ ഫ്ലാഗിന്റെ മുകളിലായി കാണുന്ന റെക്ടാങ്കുലർ ചിത്രമാണ് ഹ്വാൻ ദിയാഗോയ്ക്ക് ഗ്വാഡലൂപ്പെ മാതാവ് സമ്മാനിച്ച ഏകദേശം 500 വർഷം പഴക്കമുള്ള മറിയൻ തിൽമ. ബസിലിക്കകത്ത് എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിലാണ് മറിയൻ തിൽമ അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അൾത്താരയ്ക്ക് പിറകിൽ ഒരു വലിയ കുരിശ് രൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ബസിലിക്കകത്ത് അതിമനോഹരമായ ഒരു സെൽഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചറും കാണാം. ഏഴ് പ്രവേശന കവാടങ്ങളാണ് ന്യൂ ബസിലിക്കയിലുള്ളത്.
ബെസ്ലിക്കകത്ത് കുമ്പസാരിക്കാനുള്ള സ്ഥലവും പൂക്കൾ നേർച്ചയർപ്പിക്കുവാനുള്ള സൗകര്യവും പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. 1921 ഓൾഡ് ബസിലിക്കയിലുണ്ടായ ബോംബ് സ്ഫോടനവും അതിനോടനുബന്ധിച്ച് വളഞ്ഞുപോയ കുരിശും പുതിയ ബസിലിക്കകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതിയിടുകയും ചെയ്യുന്നു. ബസിലിക്കയുടെ ഉള്ളിലൂടെ ഞാൻ പോകുന്നത് മറിയൻ ടിൽമയുടെ അടുത്തേക്കാണ്. കുർബാനയ്ക്ക് ഭംഗം വരാതെ മറിയൻ ടിൽമ കാണുവാൻ വരുന്ന വിശ്വാസികൾക്കായി കൺവെയർ ബെൽറ്റോട് കൂടിയ ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട് ദേവാലയത്തിനകത്ത്. മാതാവ് ഹ്വാൻ ഡിയാഗോയ്ക്ക് സമ്മാനിച്ച ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒറിജിനൽ ടിൽമയാണിത്. ബോംബ് സ്ഫോടനത്തിന് ശേഷം ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പ്രൊട്ടക്ഷനിലാണ് ടിൽമ വെച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ഒരു പടമാണ് ഗ്വാഡലൂപ്പെ മാതാവിന്റെ ടിൽമ. സാധാരണഗതിയിൽ അഗാവെ ചെടിയുടെ നാരിൽ നെയ്തെടുത്ത വസ്ത്രങ്ങൾക്ക് 20 മുതൽ 60 വർഷം വരെ മാത്രം ആയുസുള്ളപ്പോൾ ഗ്വാഡലൂപ്പെ ടിൽമ 493 വർഷങ്ങൾക്കും അപ്പുറം ഇന്നും മായാതെ മങ്ങാതെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഗ്വാഡലൂപ്പൻ ടിൽമ വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. യാതൊരുവിധ പെയിന്റ് ബ്രഷുകളോ മനുഷ്യനിർമ്മിതമായ ചായങ്ങളോ ചായക്കൂട്ടുകളോ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മൈക്രോസ്കോപ്പിക് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നാസയുടെ കൺസൾട്ടന്റായ ഡോക്ടർ ഫിലിപ്പ് കലാഹൻ നടത്തിയ പഠനങ്ങളിൽ കണ്ടത് യഥാർത്ഥ ടിൽമയ്ക്ക് ഒരു തരത്തിലുള്ള വിള്ളലുകളോ ക്ഷയമോ സംഭവിച്ചിട്ടില്ല എന്നതാണ്. ഇത് ശാസ്ത്രീയ ലോകത്തിന് നിർവചിക്കാനാവാത്ത ഒരു സംഭവമാണ്. സന്ദർശകർക്ക് ആവശ്യമുള്ള തിരികൾ, ഫോട്ടോസ്, രൂപങ്ങൾ, കൊന്ത മുതലായ വസ്തുക്കൾ വാങ്ങുന്നതിനായി ബസിലിക്കകത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പാണിത്. ഗ്വാഡലൂപ്പെ മാതാവിന്റെയും ഹ്വാൻ ദിയാഗോയുടെയും വിവിധ തരം സുവനീറുകളും ഇവിടെ ലഭ്യമാണ്.
ബസിലിക്കയ്ക്ക് വെളിയിലായി വിശ്വാസികൾക്ക് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഞാനും കുറച്ചുനേരം തിരി കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസികൾ വാങ്ങിയ കൊന്തയും രൂപവും അടങ്ങിയ വസ്തുക്കൾ വെഞ്ചരിക്കുവാനുള്ള സൗകര്യം പുതിയ ബസിലിക്കയുടെ അരികിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂ ബസിലിക്കയുടെ ഇടതുഭാഗത്തായിട്ടാണ് ഗ്വാഡലൂപ്പെ ബസിലിക്ക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആധുനിക സ്പാനിഷ് കലയിലുള്ള നിരവധി ഛായാചിത്രങ്ങളും ശില്പങ്ങളും സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. മെക്സിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, യൂറോപ്യൻ സാംസ്കാരിക കലകളും ഇതിലുൾപ്പെടും. 16-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ള പ്രസിദ്ധരായ സ്പാനിഷ് ഛായാചിത്രകാരന്മാരുടെ ചിത്രങ്ങളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മാർപ്പാപ്പയുടെ സന്ദർശനത്തിന്റെ പ്രതീകമായി ഓൾഡ് ബസിലിക്കയുടെ അടുത്ത് പോപ്പ് ജോൺ പോൾ രണ്ടാമന്റെ ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 5 തവണയാണ് ഗ്വാഡലൂപ്പെ ബസിലിക്ക സന്ദർശിച്ചിട്ടുള്ളത്. ക്ലോക്ക് ടവറിന് പിന്നിലായി പോപ്പ് മ്യൂസിയം കാണാം. ബസിലിക്ക സന്ദർശന സമയത്ത് മാർപ്പാപ്പ ഉപയോഗിച്ച വാഹനം സഞ്ചാരികൾക്കായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മെക്സിക്കൻ ആസ്ടെക് കലകളെയും സംസ്കാരങ്ങളെയും സൂചിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഫോട്ടോഗ്രാഫുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിനകത്ത് മാർപ്പാപ്പയുടെ മധ്യസ്ഥത്തിലുള്ള ഹ്വാൻ ദിയാഗോയുടെ കാനനൈസേഷൻ ചടങ്ങുകളുടെ വീഡിയോ പ്രദർശനം നടക്കുന്നുണ്ടായിരുന്നു.
മാർപ്പാപ്പയുടെ എല്ലാ തവണയുള്ള സന്ദർശനത്തിന്റെ തെളിവുകളും വിശദാംശങ്ങളും കൂടാതെ മാർപ്പാപ്പ ഉപയോഗിച്ച വസ്തുക്കളും ഈ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് ഹ്വാൻ ദിയാഗോയുടെ കാനനൈസേഷൻ ചടങ്ങുകൾക്കായി ഉപയോഗിച്ച വസ്തുക്കൾ സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്റ്റേറോ യുദ്ധകാലത്ത് ഓൾഡ് ബസിലിക്കയുടെ അൾത്താരയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനവും അതിനോടനുബന്ധിച്ച സംഭവങ്ങളും മ്യൂസിയത്തിന്റെ ഈ ഭാഗത്തായി ചിത്രങ്ങൾ സഹിതം വിവരിച്ചിട്ടുണ്ട്. അൾത്താരയിൽ അലങ്കരിച്ചിരുന്ന പൂക്കളുടെ അകത്ത് വെച്ച ബോംബ് പൊട്ടുകയും സ്ഫോടനത്തെ തുടർന്ന് ടിൽമയ്ക്കടുത്തുണ്ടായിരുന്ന കുരിശുരൂപം വളയുകയുമായിരുന്നു. എന്നാൽ മറിയം ടിൽമയ്ക്ക് ഒരു കേടുപാടും സംഭവിച്ചില്ല എന്നത് ഇന്നും അത്ഭുതമായി തുടരുന്നു. ഈ വളഞ്ഞ കുരിശുരൂപം ന്യൂ ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ബസിലിക്കയുടെ അന്തരീക്ഷവും ഇതിനകത്ത് എനിക്ക് അനുഭവപ്പെട്ട ശാന്തിയും സമാധാനവും വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്തതാണ്. 1987 യുനെസ്കോ ഈ ബസിലിക്കയുടെ മതപരമായ പ്രസക്തി മാത്രമല്ല, മെക്സിക്കൻ ചരിത്രത്തിലും മെക്സിക്കൻ ജനങ്ങളുടെ ജീവിതത്തിലുമുള്ള ഗ്വാഡലൂപ്പെ കന്യകയുടെ സ്വാധീനവും അംഗീകരിച്ചിട്ടുണ്ട്. ബസിലിക്ക ഓഫ് ഗ്വാഡലൂപ്പയെ പറ്റി പ്രതിപാദിക്കാതെ മെക്സിക്കൻ ചരിത്രം വിവരിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന യാഥാർത്ഥ്യത്തിലാണ് ഈ ബസിലിക്കയുടെ പ്രസക്തി അടങ്ങിയിരിക്കുന്നത്.
ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണും വരെ ആദിയോസ് അമീഗോസ്.